നിങ്ങൾ ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് വീഡിയോ ഇടുന്ന ആളായിരിക്കും. പക്ഷെ ഫേസ്ബുക്കിൽ മോണിറ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ മോണിറ്റേഷൻ കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ പലതും ഉണ്ട്. ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് നിങ്ങൾ വേറെ ആൾക്കാരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, റീയൂസ്ഡ് കണ്ടന്റ് ഇട്ടാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ കോപ്പിറൈറ്റ് ഉണ്ടോ എന്നെല്ലാം എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റേഷൻ കിട്ടാത്തതിൻ്റെ പ്രോബ്ലം എന്താണെന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ റീയൂസ്ഡ് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. യൂട്യൂബ് പോലെ അല്ല ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മോണിറ്റേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് മോണിറ്റേഷൻ ഓൺ ആക്കി തരികയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല ഫേസ്ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കോപ്പിറൈറ്റോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക, ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ടോപ്പിൽ കാണുന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കും. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മോണിറ്റേഷൻ ടാബ് മൊത്തം ഓപ്പൺ ആയി വരും. അതർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതർ കമ്മ്യൂണിക്കേഷൻ കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് യുവർ വീഡിയോ ഹാസ് ബിൻ കോപ്പിറൈറ്റ് അപ്ഡേറ്റ് യുവർ റിവ്യൂ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പിറൈറ്റ് ഏത് വീഡിയോ ആണെന്ന് കാണിക്കും. അതിനുശേഷം എന്ത് ചെയ്യേണ്ടത്? അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആ വീഡിയോൻ്റെ താഴത്ത് പോവുക. താഴത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസോൾവ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, റീസോൾവ് ഇഷ്യൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടാബ് ആയിരിക്കും വരുന്നത്. അവിടെ ഡിലീറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോസ് ഓൾറെഡി ഡിലീറ്റ് ആയി കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ടാവത്തില്ല, ഓൾറെഡി കോപ്പിറൈറ്റ് റിമൂവ് ആയി പോയി. അതുപോലെ നിങ്ങൾ രണ്ടാമത് പോവുക. റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് പോകണം കേട്ടോ. രണ്ടാമത് നമ്മൾ ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പോകണം. അതിനുശേഷം പിന്നെയും സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതേപോലെ അതർ കമ്മ്യൂണിക്കേഷൻ എന്ന സെക്ഷനിൽ പോവുക. അതർ കമ്മ്യൂണിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് അവിടെ കോപ്പിറൈറ്റ് ഉള്ള ഒരു വീഡിയോ റിമൂവ് ആയി കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ഓൾറെഡി അവിടെ ചെക്കിങ് ക്ലോസ്ഡ് ഈവൻ ഡോണ്ട് കുറച്ച് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി റിമൂവ് ആയി പോയതാണ്. പിന്നെ അതിൻ്റെ കുറേ ഓപ്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ആ ഓപ്ഷൻസ് കൂടി അവിടുന്ന് ഇല്ലാതാക്കി കളയാട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അങ്ങനത്തെ കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചാനൽ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ്ബുക്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ താഴത്ത് പിന്നെയും ഓപ്ഷൻ ഉണ്ട്, കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് നോക്കിയിട്ട് അതിൻ്റെ താഴത്ത് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാട്ടോ. അതിനുശേഷം നമ്മളതുപോലെ ഈ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു അപ്ഡേഷൻ കിട്ടും. നമുക്ക് നെക്സ്റ്റ് വീക്കിലി ടാസ്ക് വരുന്നുണ്ടല്ലോ, നമ്മളെ ഫേസ്ബുക്കിൽ ടാസ്ക് വരുന്നുണ്ടല്ലോ, ഇത്ര വ്യൂസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഓൺ കണ്ടന്റ് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള ഒരു 3 മിനിറ്റോ ഉള്ളത് ഒരു ലൈവ് പോവുക. അങ്ങനെ കണ്ടിന്യൂസ്ലി നിരന്തരം ലൈവ് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടന്റ് മോണിറ്റേഷനോ അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ മോണിറ്റേഷനോ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് തരും കേട്ടോ. നമ്മൾ യൂട്യൂബ് പോലെ നമുക്ക് മോണിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്കിലില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് വീഡിയോ പോസ്റ്റ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കുറേ റിപ്പീറ്റായിട്ട് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും സോങ്ങിനോ മ്യൂസിക്കിനോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോക്കോ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോയും ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ ഓൺ കണ്ടന്റ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ കണ്ടന്റ് മോണിറ്റേഷൻ കിട്ടും കേട്ടോ. ചിലവർക്ക് കണ്ടന്റ് മോണിറ്റേഷൻ കിട്ടാൻ വെറും 100 ഫോളോവേഴ്സ് ഉള്ള ആൾക്കും കണ്ടന്റ് മോണിറ്റേഷൻ കിട്ടുന്നുണ്ട്, നല്ല റീച്ച് പോയ വീഡിയോസ് ആണെങ്കിൽ മാത്രം കേട്ടോ. അതല്ലാതെ നമുക്ക് ചിലവർക്ക് 5000 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് പോലും മോണിറ്റേഷൻ കിട്ടാതെ നിൽക്കുന്നത് കാരണം ഇങ്ങനത്തെ വേറെ ആൾക്കാരുടെ വീഡിയോ ഇട്ടത് കൊണ്ടായിരിക്കും. നല്ല റീച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ
കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ടായിരിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാത്തത്. അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ശരിയായ രൂപത്തിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി റീച്ചിലേക്കും പോകും, കണ്ടന്റ് മോണിറ്റൈസേഷനും തരും, പിന്നെ ഏൺ ചെയ്യാനും പറ്റും കേട്ടോ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ.